ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയും കാര്യങ്ങളൊക്കെയാണ്, ഇടയ്ക്ക് വെയിലും ഇറക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയണത് ഇപ്പോൾ കർക്കിടക മാസമൊക്കെ ആവാറായല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കിച്ചണാണ് ക്ലീൻ ചെയ്യാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ഇടുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ എന്തെങ്കിലും പണി എടുക്കാൻ തീരുമാനിച്ചാൽ അന്നത്തെ ദിവസം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നേരത്തെ ഒരുക്കും കേട്ടോ. എങ്കിലും നമുക്ക് അതിനുള്ള ഒരു സമയവും പിന്നെ സാവകാശവും കിട്ടാറുള്ളൂ. പിന്നെ എങ്ങനെയായാലും പണി കഴിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ഒത്തൊന്ന് ശരിയായി കഴിഞ്ഞ് ലാസ്റ്റായി കിട്ടുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ കിച്ചണത്തെ എല്ലാ പണികളും ഒരുക്കിയിട്ട് അതിന് നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിന് പോകണ്ടല്ലോ. പിന്നെ നമുക്ക് കഴിക്കേണ്ട ടൈമിൽ കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ. പിന്നെ റിച്ചുട്ടനുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ നടക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു വന്ന രീതിക്ക് ഞാൻ ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്തതാണ്. പക്ഷെ നമ്മൾ പൊടി ഇട്ടേക്കണ പാത്രങ്ങളൊക്കെ ഒന്ന് പുറം പുറം എന്താ പറയുക, നനഞ്ഞ തുണിയും കൊണ്ട് തുടച്ച് അങ്ങനെ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ. ഞാൻ പൊടികളൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു പേപ്പറൊക്കെ ഇതാക്കിയിട്ട് എല്ലാ ഡപ്പകളും കഴുകണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ ഇന്ന് രാവിലെ തൊട്ടേ നല്ല മഴയാണ് കേട്ടോ. ക്ലീനിങ്ങിന് നടക്കുമെന്ന് അറിയാതെ എടുക്കുന്നതാണ്. പക്ഷേ ഇന്നും വൈകി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഓരോ ദിവസങ്ങളും ഓരോ പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് വഴുക്കും. പിന്നെ നമുക്ക് സാഹചര്യം വെച്ചാൽ എന്തോ ഏതോ അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് എടുക്കുകയാണ് കേട്ടോ. ഇന്ന് നല്ലൊരു മഴ ദിവസമാണ്. ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയ ടൈമിൽ ഞാൻ അധികം കഴുകാനുള്ള വേഗം കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യം ചെറിയ ഗ്യാപ്പ് കിട്ടിയ രീതിക്ക് ആദ്യം പൊടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം അവിടുത്തെ ഗ്ലാസ്സും അങ്ങനെ പൊട്ടുന്ന കുറച്ച് പാത്രങ്ങളുണ്ട്, അതുമൊക്കെ നല്ലോണം പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി കൊണ്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. ഇല്ല വെച്ചാൽ ഇപ്പോഴേ നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇന്നൊരു ഒഴിവ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല രാവിലെ തന്നെ. അപ്പോൾ അത് ആദ്യം കഴുകാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ പൊടികളും കാര്യങ്ങളും കഴിഞ്ഞാൽ അപ്പം തന്നെ ആ പാത്രങ്ങളൊക്കെ, അതായത് അവിടെ പൊടി ഇട്ടേക്കണ പാത്രമൊക്കെ അപ്പം തന്നെ കഴുകിയിട്ട് പിന്നെ കൊണ്ടുവരുന്ന പൊടി അങ്ങനെ ഇട്ടേക്കാറുള്ളൂ കേട്ടോ. എങ്കിലും നമ്മൾ ഇങ്ങനെ കർക്കിടക മാസമോ അല്ലെങ്കിൽ വൃശ്ചിക മാസമോ അല്ലെങ്കിൽ ഓണമൊക്കെ ആകുമ്പോൾ ഇതേമാതിരി പ്രത്യേക ഒരു ദിവസങ്ങൾ വരികയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ടിച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എല്ലാതും ഒന്ന് കഴുകണം തന്നെയാണ് വിചാരിച്ചതെന്നും. ഇന്നും അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇന്ന് മഴ ആയതുകൊണ്ട് കിട്ടണ ഗ്യാപ്പിൽ ഓരോന്നോരോന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കാമെന്നാണ്. ഞാൻ ആദ്യം ഗ്ലാസ്സുകളും കാര്യങ്ങളും ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ പാത്രങ്ങൾ വെക്കുന്ന റാക്ക്, ഇതിന് മുന്നേ ഞാൻ കുറച്ച് ഒരു മാസം മുന്നേ ഒക്കെ തോന്നുന്നുണ്ട് ഇതേമാതിരി പാത്രം വെച്ച റാക്കൊക്കെ കഴുകിയിട്ട് തന്നെയാണ്. പക്ഷേ ഇന്നും കഴുകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒരു പ്രത്യേക ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഒക്കെ ഒന്ന് കഴുകി വെച്ചാൽ മനസ്സിക്കൊരു എന്താ പറയുക, ഒരു സംതൃപ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അങ്ങനെ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് മഴയ്ക്ക്. അപ്പോൾ ഞാൻ വേഗം ഗ്ലാസ്സുകൾ കഴുകിയതിന് ശേഷം പാത്രം കഴുകണ റാക്കൊന്ന് കഴുകിക്കാൻ വേണ്ടി പുറത്ത് പോയതും പിന്നെയും നല്ലോണം ഒന്ന് മഴ ചാറിയിട്ടോ. അപ്പോൾ ഞാനത് അവിടെ തന്നെ വെച്ചു. പിന്നെ ചെറിയ ഗ്യാപ്പ് കിട്ടിയ ടൈമിൽ ഞാൻ ചെറിയ ചാറ്റിലുണ്ടെങ്കിലും പോയി കഴുകിയിട്ടോ. നമുക്ക് പാത്രം കഴുകണ അവിടെ ഷീറ്റും കാര്യങ്ങളൊന്നുമില്ല, ഓപ്പണായിട്ടാണ്. അപ്പോൾ മഴച്ചാറുണ്ടെങ്കിലും എന്താ പറയുക, നമ്മൾ പുറത്ത് പോയിട്ട് ചെറിയൊരു ചാറിലുണ്ട്, എന്നാൽ കുറച്ച് നല്ലോണം ഉണ്ടേനും, നല്ലതൊന്ന് കഴുകി കൊടുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചത് അതുപോലെ തന്നെ തിരിച്ച് വെക്കണമല്ലോ. നമുക്ക് ഓരോന്ന് കഴുകാനും ഇതാക്കാനും അല്ല പണി, എടുത്തത് അതുപോലെ വെച്ച് റെഡിയാക്കി കിട്ടാനാണ് പണി. അങ്ങനെയുള്ളൊരു ടാസ്ക്കാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ പൊടികൾ വെച്ചത് ഇതാക്കുന്നതാണ് സംഭവം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കെങ്കിലും പിന്നെ തിരിച്ച് വെക്കുമ്പോൾ വെച്ച സ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ ആ ഓർഡർക്ക് തന്നെ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അത് ഞാൻ നല്ല രീതിക്ക് നല്ല മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ നല്ല പൊടി തട്ടണതുകൊണ്ട് പൊടി തട്ടിയെടുത്തിട്ട് പിന്നെ റാക്കും കാര്യങ്ങളൊക്കെ നല്ലോണം ഒന്ന് നനഞ്ഞ തുണി എടുത്തിട്ട് തുടച്ചെടുത്തിട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും
ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു റാക്കിൽ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ പൊടികളൊക്കെ ഇതാക്കൽ. ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നല്ല മഴ പുറത്തുണ്ട്, അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ഈ ഒരു കാര്യം നടന്നില്ല കേട്ടോ. കാരണം ഡപ്പയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് കഴുകണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നടന്നിട്ടില്ല. ഇനി ഇൻഷാ അള്ളാ അടുത്തൊരു ക്ലീനിങ്ങിലൊക്കെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കണം. അന്നും എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോഴും ഞാൻ നല്ല തുണി കൊണ്ട് നല്ലോണം എല്ലാതും ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ റാക്ക് തിരിച്ചാണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ കേട്ടോ വെക്കണത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെക്കുമ്പോൾ നല്ലോണം പൊടി കയറൽ അന്നത്തേക്കാട്ടിലും കുറവുണ്ടെന്ന്. കാരണം ആ ഒരു അവിടെ ഒരു ചെറിയൊരു സ്പേസിൽ ചെറിയ ഓപ്പണായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ലോണം കാറ്റ് വരുന്നത് നേരെ തിരിച്ചാണ്. നമ്മൾ ആദ്യം വെച്ച രീതിക്കാണ് നമ്മുടെ റാക്കിരിക്കണമെന്ന് വെച്ചാൽ നല്ലോണം പൊടി കയറുന്ന രീതിക്കായിരുന്നു. അപ്പോൾ നമ്മൾ പൊടി വെച്ച് ഒക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മുടെ വീതന നല്ലോണം ഒന്ന് ഉരച്ച് കഴുകുകയാണ് കേട്ടോ. ഇവിടെ അതേമാതിരി എപ്പോഴും നമ്മൾ ഉരച്ച് കഴുകാറൊന്നുമില്ല. അതേമാതിരി ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുള്ളൂ. ഇല്ലാത്ത ടൈമിലൊക്കെ വീട്ടിൽ പോയി വരുമ്പോഴൊക്കെ നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ നനച്ച് തുടച്ച് വെക്കുക. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുക അങ്ങനെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ ഇതേമാതിരി പൊടീൻ്റെ ഡപ്പയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വെക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ വീതനയും കാര്യങ്ങളൊന്നും നമ്മൾ ഉരച്ച് കഴുകാറൊന്നുമില്ല. ഇതേമാതിരി എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ദിവസം അങ്ങനെ വരും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്ര ഇത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതേമാതിരി ഞങ്ങളെടുത്ത് കുടംപുളി ഉണ്ടല്ലോ, അത് ഉണക്കാൻ അങ്ങനെ വീതിന പുറത്തിട്ടിട്ട് അതിൻ്റെ നല്ല കറയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീതിനമേ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉരച്ചൊരച്ച് കഴുകുമ്പോൾ പോയി വരുന്നുണ്ട്, എങ്കിലും കുറച്ച് നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എപ്പോഴും നല്ല മഴയാണ്. മഴയ്ക്ക് യാതൊരു ഒഴിവില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഇന്ന് തന്നെ എനിക്ക് ക്ലീനിങ് ചെയ്യാൻ ഞാൻ ഇന്നലെ വിചാരിച്ചൊരു കാര്യമാണ് ഇന്ന് ക്ലീൻ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ദിവസം എങ്ങനെയാ വെച്ചാൽ രാവിലത്തെ ഒരു മൂഡ് എങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നലെ വിചാരിച്ച് വെച്ചൊരു കാര്യം രാവിലെ എണീറ്റപ്പോൾ അങ്ങനെ ഇതേമാതിരി മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാലും ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ നേരത്തെ ഒരുക്കിയിരുന്നു കേട്ടോ. കാരണം അത് നമ്മൾ എടുക്കണമെന്നൊരു വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ക്ലീനിങ് കുക്കിങ് കാര്യങ്ങളും കഴിഞ്ഞപ്പോഴും മഴ ഇങ്ങനെ ഒന്നിരട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും നല്ല മഴയാണ് കേട്ടോ. ചാറി നിന്നാൽ പിന്നെയും നല്ലൊരു മഴയാണ് ഉണ്ടാവണത്. അപ്പോൾ റിച്ചുട്ടൻ ഇടയ്ക്കൊന്ന് പുറത്തേക്ക് പോകും, പിന്നെയും റൂമിലേക്ക് വന്ന് അങ്ങനെ കളിക്കുകയാണ്. അവന് ഇന്നത്തെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ ഈ റൂമിൽ തന്നെയാണ്. ഇന്ന് പുറത്തേക്ക് പോകാനൊന്നും സമയവും കിട്ടിയിട്ടില്ല. പിന്നെ ഈ ഒരു മഴയായതുകൊണ്ട് പുറത്തേക്കും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു റാക്കും പിന്നെ നമ്മുടെ പാത്രം വയ്ക്കണ കാര്യങ്ങളും അതൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്. ഈ സൈഡിൽ ഞാൻ ഇത് വീട്ടിൽ നിന്ന് കൊടുന്നതാട്ടോ. നമ്മൾ സീലിംഗ് അടിക്കുമല്ലോ, റൂമിൻ്റെ സീലിംഗ്, അങ്ങനത്തെ ഒരു സാധനം കൊണ്ടാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. ഇതിന് വീട്ടിൽ നിന്ന് അവിടെ ബാക്കി ഉണ്ടായിരുന്ന സാധനം കൊടുന്നിട്ട് താഴെ കമ്പിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ വെക്കാനും സൗകര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും നല്ലോണം തുടച്ച് വൃത്തിയാക്കിയിട്ട്, അവിടെയൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ ഈ സൈഡിൽ ഞാൻ നമ്മുടെ ഒരു കോർണറിലൊരു ഇത് വെച്ചിട്ടുണ്ടല്ലോ, അത് മീഷോന്ന് വാങ്ങിയതാണ്. അതിൻ്റെ 2 പീസ് ഞാൻ ഇവിടെയും അടുക്കളയിൽ കൊടുന്ന് വെച്ചതാണ് കേട്ടോ. ഈ റിച്ചൂട്ടിൻ്റെ ഈ സ്നാക്സും കാര്യങ്ങളൊക്കെ ഞാനൊരു ഡപ്പയിൽ വെച്ചിട്ട് അവിടെയാണ് വെക്കാറ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ കശുവണ്ടീൻ്റെ അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അത് വെച്ചിരുന്നത്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഒക്കെ എടുത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മഴയായതുകൊണ്ട് നമുക്ക് ഒരു കാര്യങ്ങളും വിചാരിച്ച കാര്യങ്ങളൊന്നും നടത്താൻ സാധിച്ചിട്ടില്ല. നമുക്ക് ഷീറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാമായിരുന്നു. പിന്നെ അത് ഉണങ്ങി കിട്ടാനും തുടച്ചെടുക്കൽ കുഴപ്പമില്ല, എന്നാലും വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണ പാത്രങ്ങൾക്ക് വേറൊരു ഇതാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം മഹാമോശമാണ്. എന്നിരുന്നാലും നമ്മൾ എടുക്കുന്ന പണി നല്ല നീറ്റായിട്ട് എടുക്കാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് നല്ലോണം രീതിക്ക് എല്ലാം തുടച്ചിട്ടുണ്ട്. ഈ പാത്രങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ വന്ന ടൈമിൽ രീതിക്ക് ക്ലീൻ ചെയ്തെടുത്തത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് പുറത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളുണ്ടെന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ തുടച്ചെടുത്താൽ അതിൻ്റെ നൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ സൈഡത്തെ ഏകദേശം അതും സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ ആ മേലെ ആദ്യം പേപ്പറും കാര്യങ്ങളും വെച്ചിരുന്നു. ഇനിയിപ്പോൾ ഞാൻ വെക്കാൻ പോകുമ്പോൾ പേപ്പർ വെക്കണില്ല, അങ്ങനെ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഈ മഴയും കാര്യങ്ങളായതുകൊണ്ട് ഈ ചീറ്റിലടിക്കുമ്പോൾ പേപ്പർ നനഞ്ഞിട്ട് ആകെ മുഷിയുണ്ട്. അപ്പോൾ ഇപ്പം അങ്ങനെ പോട്ടെ, നമുക്ക് ഇനി മഴക്കാലമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേമാതിരി നീറ്റാവുകയാണെങ്കിൽ അവിടെ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്.
വലിയ ചീറ്റൽ അടിക്കണില്ലെങ്കിൽ പോലും ഞാനത് ഒഴിവാക്കി കേട്ടോ ഇപ്രാവശ്യം. അപ്പം നമ്മൾ റിച്ചുട്ടനപ്പം അതിൻ്റെ ഇടയിൽ ബണ്ണും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ റിച്ചൂട്ടനൊരു പെണ്ണെടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു അവസ്ഥ വെറുതെ ഒച്ചപ്പാടൊന്നും കേൾക്കണില്ല. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ അവൻ ആ കിടക്കയിൽ ആകെ അത് വിതറിയിട്ടുണ്ട് കേട്ടോ. അതിന് ചീത്ത പറഞ്ഞപ്പോൾ അവൻ ചിറിച്ച് കാണിച്ചിരിയാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെയാണ്, ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കുരുത്തക്കേട് ഒപ്പിക്കും. അതെല്ലാ മക്കളും അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ ഇത് അവന് നിലത്തിരുന്നിട്ടാട്ടോ കഴിക്കാറ്, അങ്ങനെ കിടക്കയിലിരുന്ന് കഴിക്കാറൊന്നുമില്ല. പക്ഷെ അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ കാട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ ചീത്ത പറയുകയൊക്കെ ചെയ്തു. അപ്പം അമ്മ പോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് തള്ളിപ്പറയുക ചെയ്തത്. എന്തായാലും ഇപ്പം ഇനിയിപ്പോൾ ചീത്ത പറഞ്ഞിട്ട് അല്ലാതെ ഒന്നും കോലൊന്നുമില്ലല്ലോ, കാരണം അവൻ കാട്ടി ഇതാക്കി. ഇനിയിപ്പോൾ ഇതിനൊക്കെ ക്ലീൻ ചെയ്യട്ടെ വിചാരിച്ചിട്ട് ഒരു പണി എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു പണി തന്നിട്ടുള്ളത്. അപ്പോൾ അവന് നിലത്ത് വെച്ചിട്ടാണ് അവൻ കഴിക്കാറ്. ഞാൻ അങ്ങനെ കഴിക്കുള്ളൂ വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ പോയി നോക്കിയതൊന്നുമില്ല, അതിൻ്റെ തെറ്റും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്ന് നോക്കിയത്, അപ്പോഴാണ് അപ്പോൾ ഇങ്ങനെ കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അവൻ്റെ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ അവന് കിടക്കി കൂടെ ആകെ പരത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ആകെ ആ ബണ്ണിൻ്റെ ഇതൊക്കെ കൂടെ പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഇല്ലാച്ചാൽ ഉറുമ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാലോ. അപ്പോൾ ഇവിടെ ഒന്ന് ശരിയാക്കിയിട്ട് പിന്നെ നമ്മുടെ കിച്ചണിലേക്ക് തന്നെ പോവാം കേട്ടോ. ഒരു പണിയെടുക്കുമ്പോൾ ഇരട്ടി പണി കിട്ടുക എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പെട്ടി എന്ന് പറയണത് ഞാൻ ആ സൈഡിൽ കുറച്ച് കവറും കാര്യങ്ങളും പിന്നെ വീട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടുവരണമെങ്കിൽ അതൊക്കെ അതിൽ ഇട്ടുവെച്ചതായിരുന്നു. അപ്പോൾ ആ ഒരു പെട്ടിയുടെ അടിയത്തെ ഭാഗം പറ്റെ പോയി കിടന്നിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ അതിൽ ഉള്ളിലേക്ക് പിന്നെയും വെക്കാൻ നോക്കുമ്പോഴാണ് അത് പോയത് കണ്ടത്. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാജേട്ടൻ്റെ പണി ഡ്രസ്സും കാര്യങ്ങളും ഇട്ടുവെച്ചൊരു പെട്ടി ഉണ്ടായിരുന്നു. പണ്ട് ഈ ഒരു പെട്ടിയിലായിരുന്നു ഞാൻ ഓല ഡ്രസ്സ് ഇട്ടായിരുന്നു. അപ്പോൾ പുതിയതായിട്ടൊരു പെട്ടി കിട്ടിയപ്പോൾ തിരിച്ച് അതിലേക്ക് ഇട്ടേക്കായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പെട്ടി എടുത്തിട്ട്, അതായത് ഇപ്പോൾ രാജേട്ടൻ്റെ പണി ഡ്രസ്സ് ഇട്ടേക്കുന്ന പെട്ടി ഉണ്ടല്ലോ, അതെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ പണി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ്. അപ്പോൾ ആ ഒരു പണി ഡ്രസ്സും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ഇനിയിപ്പോൾ ആ പണി ഡ്രസ്സ് ഇട്ടേക്കാനൊരു ഇത് വേണമല്ലോ. അപ്പോൾ റിച്ചുട്ടൻ്റെ വേറൊരു അവൻ്റെ പഴയ ഡ്രസ്സും ഇതേമാതിരി വീട്ടിലിടുന്ന ഡ്രസ്സും കാര്യങ്ങളും ഞാൻ ഒരു ഇത് വാങ്ങിയിരുന്നു. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇതുണ്ടല്ലോ കൊട്ട, അങ്ങനത്തെ അത് വാങ്ങിയിട്ട് അതിലാണ് ഇട്ടുവെച്ചിരുന്നത്. അപ്പോൾ രാജൻ്റെ പണി ഡ്രസ്സും കാര്യങ്ങളും അതിലേക്ക് ഇട്ടേക്കാന്നാട്ടോ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പണി ഡ്രസ്സും കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് ആ പെട്ടി കൊടുന്നു കേട്ടോ. പെട്ടി കൊടുന്നപ്പോൾ നമുക്ക് കുറച്ച് ഐറ്റംസ് വേണമല്ലോ അടുക്കളയിൽ ഇട്ടേക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ രാജേട്ടൻ്റെ പണി ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ റിച്ചുട്ടൻ്റെ ഒരു പെട്ടി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കൊട്ട മാറ്റിച്ചു എന്ന് പറഞ്ഞല്ലേ, അതിലത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൽ കുറച്ച് പേപ്പേഴ്സും പിന്നെ കുറച്ച് കവറുകളും അങ്ങനെ പിന്നെ റിച്ചുട്ടൻ്റെ പഴയ കുറച്ച് ടോയ്സും കാര്യങ്ങളും കേട്ടോ. അവൻ കിടക്കണ പ്രായത്തിൽ 6 മാസം അങ്ങനെ 8 മാസം 1 വയസ്സിൻ്റെ ഉള്ളിലുള്ള നമ്മൾ കൈ പിടിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഓരോ ടോയ്സും കാര്യങ്ങളൊക്കെ അല്ലേ, അങ്ങനെ ഓരോ ടോയ്സും കാര്യങ്ങളും ഒരു കവറിലാക്കിയിട്ട് അതിൽ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഞാൻ വീണ്ടും റൂമിലേക്ക് തന്നെ വന്നിട്ട്, കാരണം നമുക്ക് അടുക്കളയിൽ വെക്കുന്ന പെട്ടിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വെക്കാം. അപ്പോൾ ഞാൻ ആ പേപ്പേഴ്സും കാര്യങ്ങളും ന്യൂസ് പേപ്പറാട്ടോ, ഈ പേപ്പറും കാര്യങ്ങളും പിന്നെ കുറച്ച് കവേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കവറും കാര്യങ്ങളൊക്കെ റൂമിൽ തന്നെ അലമാരിൻ്റെ താഴത്തെ തട്ടിൽ വെക്കാമെന്നാട്ടോ വിചാരിച്ചിട്ട് ബാക്കിയുള്ള പേപ്പറും കാര്യങ്ങളും ഈ നമ്മൾ അടുക്കളയിൽ കൊണ്ടുവയ്ക്കുന്ന പെട്ടിയിലേക്ക് വെക്കാമെന്ന് കരുതി. പിന്നെ കവറും കാര്യങ്ങളും അലമാരയ്ക്കും വെക്കും. പിന്നെ ടോയ്സും കാര്യങ്ങളും നല്ലൊരു കവർക്ക് ആക്കി വയ്ക്കുക. അങ്ങനെ ഇതാക്കിയിട്ട് തരം തിരിച്ച് കൊണ്ടു വെച്ചു കേട്ടോ.
എന്നിട്ട് മുട്ടായിയോ? ആർക്ക്? റിച്ചൂട്ടന് അവിടെ തട്ടിക്കൊട്ടിയപ്പോൾ ഒരു തൊപ്പിയും കിട്ടി, ഒരു കീ ചെയിനും കിട്ടി. അപ്പോൾ അതുകൊണ്ട് അവനവൻ്റെ വണ്ടിയിൽ മിഠായി വാങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ എന്താ പറയുക, ഇങ്ങനൊരു പണി ഇതിൻ്റെ ഇടയിൽ കൂടെ കിട്ടുമെന്ന്, അതായത് റൂമിൽ ഇങ്ങനത്തെ ഒരു പണി എടുക്കാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പെട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടിട്ട് ഒക്കെ അതും നേരാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതിപ്പോൾ ഈ ഒരു പെട്ടിയുടെ മൂട് പോയതുകൊണ്ടാട്ടോ. അപ്പോൾ അങ്ങനെ അതും ഇതിൻ്റെ ഇടയിലൊരു പണിയായിട്ട് നമ്മൾ അങ്ങനെ അതും എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അപ്പോഴേക്ക് നമ്മൾ തുടയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നിലമൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നിലത്ത് പേപ്പർ വെച്ചിട്ട് അവിടെ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കണം. അപ്പോൾ അതാണ് പിന്നത്തെ ഒരു പണി എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് മഴ ഒന്ന് ചോർന്നിട്ടുണ്ട്. പക്ഷേ എന്ത് പറയുക, മഴ ചോർന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ നേരം നിൽക്കണം എന്നല്ല കേട്ടോ. പെട്ടെന്ന് അതേമാതിരി തന്നെ ചോർന്ന പോലെ തന്നെ നല്ലോണം പെയ്യണമുണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം മൊത്തം അങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ടേബിളിൻ്റെ താഴത്തെ ഏരിയയും കൂടി നമ്മൾ അങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ പച്ചക്കറിയും കാര്യങ്ങളും വെക്കുന്ന തട്ട് കഴുകാൻ പോയപ്പോൾ അപ്പോഴും നല്ല മഴയായിരുന്നു. എന്തായാലും മഴ നമ്മൾ എന്താ പറയുക, മഴയൊന്നും പെയ്യണത് നല്ല ഊക്കിലില്ലെങ്കിലും നല്ല അത്യാവശ്യം ചാറിയും കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ പോയിട്ട് കഴുകി അതും കൊടുന്ന് വെച്ചിട്ടുണ്ട്. മഴ ചോരാൻ നിന്നാൽ ഇന്നൊരു പണി നടക്കത്തില്ല. അപ്പോൾ ചെറിയ ചോർച്ചയിലും നമ്മൾ ഓരോന്നോരോന്ന് അങ്ങനെ എടുത്തിട്ട് ഓരോന്നും ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഗ്യാസ് വെച്ചിട്ടുള്ള ഏരിയയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ആ താഴെ വെച്ചിരുന്ന പേപ്പർ ഇതേമാതിരി മഴ ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് കഴുകി കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടും പിന്നെ അവിടെയൊക്കെ ഒന്ന് നല്ലോണം തുടച്ചൊന്ന് വൃത്തിയാക്കി. അപ്പോൾ എങ്ങനെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ നിലം കൂടി ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിലെ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ നമ്മുടെ ഒരു കിച്ചണിൻ്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയണത്. ഇന്ന് നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാലും നമുക്ക് വലിയ എന്താ ഇടച്ചിലും കാര്യങ്ങളില്ലാതെ എല്ലാതും ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂട്ടത്തിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.